BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ത്യാഗസന്നദ്ധതയുടെയും ജീവിത വിശുദ്ധിയുടെയും സന്ദേശങ്ങൾ പകരുന്ന വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് ബഹ്റൈൻ കേരളീയ സമാജം വിപുലമായ ഈദാഘോഷം ജൂൺ 20 സംഘടിപ്പിക്കുമെന്ന് കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, എന്റർടൈൻമെന്റ് സെക്രട്ടറി റിയാസ് ഇബ്രാഹിം എന്നിവർ അറിയിച്ചു. സമാജം ഈദാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന സംഗീത നിശയിൽ കണ്ണൂർ ഷെരീഫും സംഘവും അവതരിപ്പിക്കുന്ന ഈദ് മ്യൂസിക് നൈറ്റ് ശ്രദ്ധേയമായ പരിപാടിയായിരിക്കുമെന്നും ജനകീയമായ മാപ്പിളപ്പാട്ടുകളും സിനിമാ ഗാനങ്ങളും കോർത്തിണക്കിയ മികച്ച സംഗീത വിരുന്നായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. പാരമ്പര്യൊപ്പനയും സിനിമാറ്റിക് ഒപ്പനകളും MCMA മുട്ടിപ്പാട്ട് സംഘം അവതരിപ്പിക്കുന്ന മുട്ടിപ്പാട്ട് എന്നിവ ഈദാഘോഷങ്ങളെ വർണ്ണാഭമാക്കുന്നതായിരിക്കും. KT സലീം, അൽത്താഫ് തുടങ്ങിയവർ കൺവീനർമാരായ ഈദാഘോഷ കമ്മിറ്റിയാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ജൂൺ 20 വൈകുന്നേരം 7:30 മുതൽ പരിപാടികൾ ആരംഭിക്കുമെന്നും പൊതുജനങ്ങൾ എല്ലാവർക്കും പരിപാടികൾ ആസ്വദിക്കാനുള്ള ക്രമീകരണങ്ങൾ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ജൂൺ 20 വ്യാഴാഴ്ച വൈകുന്നേരം 7:30 മുതൽ പരിപാടികൾ ആരംഭിക്കുന്നതായിരിക്കും. ഈദാഘോഷങ്ങളുടെ ഭാഗമായി ബിരിയാണി പാചക മത്സരം അന്നേ ദിവസം അരങ്ങേറുന്നതായിരിക്കും. CG ബിനു, ശ്രീവിദ്യ വിനോദ് എന്നിവരാണ് ബിരിയാണി മത്സരങ്ങളുടെ കൺവീനർമാർ. മികച്ച ബിരിയാണി അവതരിപ്പിക്കുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി റിയാസ് ഇബ്രാഹിം 33189894 എന്ന നമ്പറിലോ 33750999 എന്ന നമ്പറിലോ 36302137 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. പ്രൈമറി വിദ്യാർത്ഥികൾക്കിടയിൽ ജിജ്ഞാസ, ശാസ്ത്രീയ മനോഭാവം, പഠനത്തോടുള്ള ഇഷ്ടം എന്നിവ വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സ്കൂൾ ജൂനിയർ വിഭാഗത്തിൽ സയൻസ് എക്സ്പ്ലോർ റൂമുകൾ തുറന്നു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ് സയൻസ് എക്സ്പ്ലോർ സോൺ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി V രാജപാണ്ഡ്യൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ബോണി ജോസഫ്, മിഥുൻ മോഹൻ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി, ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവിയർ, സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ്, ജൂനിയർ വിംഗ് വൈസ് പ്രിൻസിപ്പൽ പ്രിയ ലാജി, അധ്യാപകർ, രക്ഷിതാക്കൾ, പ്രീഫെക്ടോറിയൽ കൗൺസിൽ അംഗങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഹെഡ് ഗേൾ നൂറ റഹ്മത്ത് അലി സ്വാഗതം പറഞ്ഞു. തുടർന്ന് അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ് റിബൺ കട്ട് നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രയത്നത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. ആഗോള പ്രവാസി കൂട്ടായ്മയായ ഇടപ്പാളയം ബഹ്റൈൻ ചാപ്റ്റർ വിവിധ പരിപാടികളോടെ മെമ്പേഴ്സ് നൈറ്റ് ആഘോഷിച്ചു. നബി സാലഹ് അൽഫ്നാർ VIP സ്വിമ്മിംഗ് പൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ 100-ൽ പരം അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. കിഡ്സ് വിങ്ങിന്റെ സ്വാഗതഗാനത്തോടുകൂടി ആരംഭിച്ച പരിപാടിയിൽ ഇടപ്പാളയം ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീ ഫൈസൽ ആനോടികൾ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ശ്രീ ഷാഹുൽ കാലടി സ്വാഗതവും രക്ഷാധികാരി ശ്രീ രാജേഷ് നമ്പ്യാർ ആശംസയും നേർന്നു. പ്രവാസ ജീവിതത്തിലെ തിരക്കുകളിൽ നിന്നും മാറി നാട്ടുകാരായ കൂട്ടുകാരെ കാണാനും സൗഹൃദം പങ്കിടാനും ഒന്നിച്ചിരിക്കാനും അല്പനേരം എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഒത്തുചേരൽ. ഇതിനിടയിൽ നടന്ന കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തനിനാടൻ കളികളും പരിപാടി എല്ലാവർക്കും ആസ്വാദകരമായി. ഇടപ്പാളയം ബഹ്റൈൻ ചാപ്റ്റർ 2024-25 വർഷത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഔദ്യോഗിക സ്ഥാനാരോഹണവും കഴിഞ്ഞ വർഷം ഇടപ്പാളയത്തെ വിജയകരമായി മുന്നോട്ട് നയിച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ മൊമെന്റോ നൽകി ആദരിക്കുന്ന ചടങ്ങും പ്രസ്തുത പരിപാടിയിൽ നടന്നു. അതോടൊപ്പം സ്പോർട്സ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ നടക്കാനിരിക്കുന്ന മെമ്പേഴ്സ് ക്രിക്കറ്റ് ലീഗിനെ കുറിച്ച് അറിയിപ്പ് നൽകുകയും ഇടപ്പാളയം ക്രിക്കറ്റ് ടീമിന്റെയും ഫുട്ബോൾ ടീമിന്റെയും ലോഗോ പ്രകാശനവും നടത്തി. അവതാരകരായ ശ്രീമതി കൃഷ്ണപ്രിയ മേനോൻ പരിപാടിയിലുടനീളം നിറഞ്ഞു നിന്നു. ശ്രീ രതീഷ് ശ്രീകുമാരൻ, ശ്രീ അരുൺ CT എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പരിപാടിക്ക് ട്രഷറർ ശ്രീ രാമചന്ദ്രൻ പോട്ടൂർ നന്ദി അറിയിച്ചു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ദീപ് നൽകിയ ഹർജി ഹൈക്കോടതി ജൂൺ 21 പരിഗണിക്കാൻ മാറ്റി. തനിക്കെതിരെ കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്നും കൊലക്കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് നൽകിയ വിടുതൽ ഹർജി തള്ളിയ വിചാരണ കോടതി ഉത്തരവിനെതിരെ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് A ബദ്രുദ്ദീൻ പരിഗണിച്ചത്. കേസ് ഡയറി ഹാജരാക്കാൻ സർക്കാർ സമയം തേടിയതിനെ തുടർന്നാണ് ഹർജി മാറ്റിയത്. സ്കൂൾ പ്രവൃത്തി ദിനം 220 ആക്കിയതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. പ്രതിപക്ഷ അധ്യാപക സംഘടനയായ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സമർപ്പിച്ച ഹർജി ബുധനാഴ്ച പരിഗണിച്ചേക്കും. തീരുമാനം സർക്കാർ ഏകപക്ഷീയമായി നടപ്പാക്കുന്നതായി ആരോപിച്ചാണ് ഹർജി. സ്വകാര്യ സ്കൂൾ മാനേജർ നൽകിയ ഹർജിയെ തുടർന്ന് അധ്യയന ദിവസം ഉയർത്തുന്ന കാര്യം പരിഗണിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ബന്ധപ്പെട്ടവരെ കേട്ട ശേഷം വേണം തീരുമാനമെന്നും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അധ്യാപകരടക്കമുള്ളവരുടെ അഭിപ്രായം സർക്കാർ തേടിയിട്ടില്ല. തീരുമാനം നിലനിൽക്കുന്നില്ലെന്നും റദ്ദാക്കണമെന്നുമാണ് ആവശ്യം. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, ഡയറക്ടർ, മൂവാറ്റുപുഴ, വീട്ടൂർ, എംബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ എന്നിവരെ എതിർകക്ഷിയാക്കിയാണ് ഹർജി.
വിവിധ സ്ഥാപനങ്ങളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് പ്രയോജനപ്പെടുത്തി ഇടുക്കി ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ഇടുക്കി ഒരു മിടുക്കി പദ്ധതിയുമായി തുടർന്നും സഹകരിക്കുമെന്ന് മലയാളത്തിന്റെ അഭിമാനം മോഹൻലാൽ. വയോജനങ്ങൾക്കുള്ള ഡയപ്പറുകൾ അഞ്ചുരുളിയിൽ തയ്യാറാക്കിയ ലൈബ്രറിയുടെ താക്കോൽ കൈമാറൽ എന്നിവ തൊടുപുഴയിൽ നിർവഹിക്കുകയായിരുന്നു നടൻ. മോഹൻലാൽ ചെയർമാനായ വിശ്വശാന്തി ഫൗണ്ടേഷൻ, EYGDS എന്നിവർ സംയുക്തമായിട്ടാണ് ഇടുക്കി ഒരു മിടുക്കി പദ്ധതിയുമായി സഹകരിക്കുന്നത്. വിവിധ NGO സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റ് മേഖല എന്നിവിടങ്ങളിൽ നിന്നുള്ള സഹായം ഇടുക്കി ഒരു മിടുക്കി പദ്ധതിക്ക് തുടർന്നും ആവശ്യമുണ്ടെന്നും പരിപാടിയിൽ പങ്കെടുത്ത കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടത്തിയ CSR കോൺക്ലേവിനെ തുടർന്നാണ് ഇടുക്കി ഒരു മിടുക്കി പദ്ധതിയുമായി മോഹൻലാൽ നേതൃത്വം നൽകുന്ന വിശ്വശാന്തി ഫൗണ്ടേഷൻ സഹകരിച്ചു തുടങ്ങുന്നത്. സ്കിൻ ഡെവലപ്മെന്റ് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, ഗ്രാമീണ പഠന കേന്ദ്രങ്ങൾ, മാനസികാരോഗ്യ പരിപാടികൾ, കരിയർ ഗൈഡൻസ്, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ വിവിധ മേഖലകളിലാണ് ഇടുക്കി ഒരു മിടുക്കി പദ്ധതി പ്രകാരം പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. പരിപാടിയിൽ ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ, EYGDS ഹെഡ് വിനോദ്, വിശ്വശാന്തി മാനേജിംഗ് ഡയറക്ടർ മേജർ രവി, വിശ്വശാന്തി ഡാറ്റ ഡയറക്ടർ സജീവ് സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു. സഞ്ജു ടെക്കി എന്നറിയപ്പെടുന്ന TS സജു കാറിൽ നീന്തൽ കുളമൊരുക്കി യാത്ര ചെയ്യുന്നതടക്കം മോട്ടോർ വാഹന നിയമം ലംഘിച്ച് ചിത്രീകരിച്ച് അപ്ലോഡ് ചെയ്ത 8 വീഡിയോകൾ യൂട്യൂബ് നീക്കി. വാഹന റേസ്, മൊബൈലിൽ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത്, ലോറിയിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കിയത് തുടങ്ങിയ വീഡിയോകളാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് യൂട്യൂബ് അധികൃതർ നീക്കിയത്. നിയമലംഘന വീഡിയോകൾ പ്രദർശിപ്പിക്കുന്നതും കുറ്റകരമായതിനാൽ നീക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം നോട്ടീസ് നൽകിയിരുന്നു. ഇതിനുള്ള മറുപടിയായാണ് വീഡിയോകൾ നീക്കിയെന്ന അറിയിപ്പ് യൂട്യൂബ് അധികൃതർ ചൊവ്വാഴ്ച ജില്ലാ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന് നൽകിയത്. യൂട്യൂബ് നീക്കം ചെയ്തെങ്കിലും മറ്റ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇവ പലരും പകർത്തിയിട്ടുണ്ട്. അത്തരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവയും നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് വിഭാഗം RTO R രമണൻ പറഞ്ഞു. കാറിൽ കുളമൊരുക്കിയ സംഭവത്തിൽ സഞ്ജുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് ആജീവനാന്ത കാലത്തേക്ക് റദ്ദാക്കിയിരുന്നു. കാറിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 1 വർഷത്തേക്കും റദ്ദാക്കി. തലശ്ശേരി എരഞ്ഞോളിയിൽ തേങ്ങ പെറുക്കാൻ പോയ വൃദ്ധൻ ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം. എരഞ്ഞോളി സ്വദേശി വേലായുധനാണ് മരിച്ചത്. ആൾതാമസമില്ലാത്ത വീട്ടുപറമ്പിൽ തേങ്ങ പെറുക്കാൻ പോയപ്പോഴാണ് ബോംബ് പൊട്ടിത്തെറിച്ചത്. പറമ്പിൽ നിന്ന് കിട്ടിയ വസ്തു തുറന്നു നോക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ഗുരുതരമായി പരിക്കേറ്റ വേലായുധനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിനടുത്താണ് സംഭവം നടന്ന വീട്. സ്റ്റീൽ ബോംബാണ് പൊട്ടിത്തെറിച്ചതെന്നും പോലീസ് പറയുന്നു. കണ്ണൂർ ജില്ലയിൽ ഇത്തരം സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. ആക്രി പെറുക്കാൻ പോയ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് അടുത്തിടെ സ്റ്റീൽ ബോംബ് പൊട്ടി പരിക്കേറ്റിരുന്നു. പാനൂരിൽ ബോംബ് നിർമ്മാണം നടക്കുന്ന വീട്ടിൽ ബോംബ് പൊട്ടി ഒരാൾ മരിക്കുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വോട്ടെണ്ണലിന് ശേഷം ന്യൂ മാഹിയിൽ ബോംബേറ് നടക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. പോലീസ് ഇടപെടൽ കാര്യക്ഷമമല്ലാത്തതിനാൽ ഇത്തരം സ്ഫോടനങ്ങൾ ആവർത്തിക്കുന്നതാണെന്നാണ് ആക്ഷേപം. കൊല്ലം പുനലൂരിൽ തൊഴിലുറപ്പ് തൊഴിലിനിടെ മിന്നലേറ്റ് 2 സ്ത്രീ തൊഴിലാളികൾ മരിച്ചു. പുനലൂർ കേളങ്കാവ് ഇടക്കുന്നത്ത് ചൊവ്വാഴ്ച പകൽ 11:30 അപകടം. ഇടക്കുന്നം ഗോകുലത്തിൽ ചന്ദ്രബാബുവിന്റെ ഭാര്യ സരോജം, ഇടക്കുന്നം മഞ്ജു ഭവനിൽ പരേതനായ മോഹനൻ പിള്ളയുടെ ഭാര്യ രജനി എന്നിവരാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മറ്റ് 2 സ്ത്രീ തൊഴിലാളികളെ പരിക്കോടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടക്കുന്നം ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ 6 സംഘം ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു ശക്തമായ മിന്നലുണ്ടായത്. പുരയിടത്തിൽ 2 ഭാഗത്തായിട്ടായിരുന്നു ഇവർ തൊഴിൽ ചെയ്തിരുന്നത്. ഇതിൽ സരോജവും രജനിയും ജോലി ചെയ്തിരുന്ന ഭാഗത്താണ് മിന്നലേറ്റത്. ബോധം കെട്ട് വീണ ഇവരെ ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ കനക്കും. വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് വ്യാപക മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ ജില്ലകളിലാണ് മഴ കൂടുതൽ ശക്തമാവുക. വെള്ളിയാഴ്ച 3 ജില്ലകളിലും ശനിയാഴ്ച 4 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് വെള്ളിയാഴ്ച ഓറഞ്ച് അലർട്ട്. ശനിയാഴ്ച മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിലും ശനിയാഴ്ച മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചൊവ്വാഴ്ച യെല്ലോ അലർട്ട് നൽകി. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കാലവർഷപ്പാത്തിയും ആഗോള മഴപ്പാത്തിയും വീണ്ടും സജീവമാകുന്നതാണ് മഴ ശക്തമാകാൻ കാരണം. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം.
കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.